ഇന്നലെ ഈ പുതിയ പണനയം പ്രഖ്യാപിക്കവേ RBI ഗവർണർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. തീർച്ചയായും ഈ ട്രംപിൻ്റെ പുതിയ അല്ലെങ്കിൽ പ്രഖ്യാപനമൊക്കെ രാജ്യത്ത് എങ്ങനെയായിരിക്കും ആഘാതങ്ങൾ ഏൽപ്പിക്കാൻ പോവുക, ചെറിയ രീതിയിലുള്ള ആഘാതമെങ്കിലും ഏൽപ്പിക്കാൻ പോവുക എന്ന് ഇനി നോക്കിയിരുന്ന് കാണണം. വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളൊന്നും താങ്കൾ പറഞ്ഞ പോലെ ആഘാതങ്ങളൊന്നും സൃഷ്ടിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും നമ്മുടെ പണപ്പെരുപ്പം ഇപ്പോൾ കുറഞ്ഞ നിലയിലാണ്. ഇനി മറ്റൊന്ന് കൂടി ചോദിക്കട്ടെ സാർ, കാരണം ഈ അടുത്തിടെ UK-യുമായി ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഭാരതം ഒപ്പിടുകയുണ്ടായി. പ്രബല ഏഷ്യൻ രാജ്യങ്ങളുമായും ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായും നമുക്കത് നിലവിലുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനുമായൊക്കെ നമ്മളതിന് ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതെല്ലാം എത്രത്തോളം ഭാരതത്തിന് കരുത്തേകുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ? വളരെ നല്ല ഒബ്സർവേഷൻ നിങ്ങൾ ചോദിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം അതിന്റെ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോ ഈ നടപടികളെല്ലാം നടക്കുന്നതിന്റെ ഇടയിലും നമ്മുടെ രാജ്യം ഇപ്പൊ മനു പറഞ്ഞതുപോലെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്, അതായത് ഈ WTO അന്താരാഷ്ട്ര തലത്തില് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ലോകക്രമം അന്താരാഷ്ട്ര വ്യാപാരത്തിന് വേണ്ടി നടത്താനുള്ള ഒരു സംഘടനയായിരുന്നു WTO. അത് ഏകദേശം ഇപ്പൊ നിർവീര്യമായിരിക്കുകയാണ് അന്താരാഷ്ട്ര വ്യാപാര സംഘടന അല്ലെങ്കിൽ WTO. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രീ ട്രേഡ് ബയലാറ്ററൽ ആയിട്ട് ഇപ്പൊ ഇന്ത്യയും UK-യും ഇന്ത്യ ഓസ്ട്രേലിയ നമ്മൾ അത് നേരത്തെ ഒപ്പിട്ടു. ഇന്ത്യയും UK-യുമായിട്ട് നമ്മൾ ഉടമ്പടി ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇന്ത്യ EU-വുമായിട്ട് ഇപ്പൊ സമീപത്ത് തന്നെ അടുത്ത കാലത്ത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെയെല്ലാം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മളൊരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള, അപ്പൊ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ 140 കോടി ആൾക്കാർക്കും ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ് സ്വാതന്ത്ര്യം. അപ്പത്തിന് വേണ്ടി നമ്മൾ സ്വാതന്ത്ര്യം ബലി കഴിക്കില്ല, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം, നമ്മുടെ സോവറിനിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ ഈ ട്രേഡ് അഗ്രിമെന്റ് മറ്റുള്ളവരുമായിട്ട് ഒപ്പിടുന്നു. അവിടെ പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകര്, ധാരാളം പ്രശ്നങ്ങളുള്ള സമൂഹത്തിന്റെ ഒരു പക്ഷേ അടിത്തട്ടിൽ തന്നെ എന്ന് പറയാൻ നിൽക്കുന്ന, പക്ഷെ അതേസമയം നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന നൽകുന്ന കർഷകരുടെ കാര്യം നമുക്ക് എങ്ങനെ ബലി കഴിക്കാൻ സാധിക്കും? അതുകൊണ്ടല്ലേ 2019 നമ്മൾ ഓർക്കേണ്ടത് റീജിയണൽ കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ്, ചൈനയും ഓസ്ട്രേലിയയും ജപ്പാനും ഒക്കെ അടങ്ങുന്ന ഒരു 15 രാജ്യങ്ങളുടെ, ഈ ഈസ്റ്റിലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസും 15 രാജ്യങ്ങൾ അടക്കുന്ന RCEP-യുടെ ഒപ്പിടൽ, ആ ഒരു ചർച്ചകൾക്ക് പോയിട്ട് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ ഒപ്പിട്ടില്ല. കാരണം അന്ത്യോദയ, ദീൻദയാൽജിയൊക്കെ പറഞ്ഞ നമ്മുടെ ഒരു സാമ്പത്തിക വീക്ഷണത്തില്, ഭാരതീയമായ സാമ്പത്തിക വീക്ഷണത്തില് അന്ത്യോദയ, ഏറ്റവും അവസാനം നിൽക്കുന്ന, ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യം നമ്മൾ എപ്പോഴും വലിയ തീരുമാനങ്ങൾ ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടുമ്പോഴൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ഇവരുടെ പ്രശ്നം എന്താവും, ഇവരെ പ്രതികൂലമായി ബാധിക്കുമോ, ഇവർക്ക് താങ്ങാനാവുമോ? അപ്പൊ കാർഷിക മേഖലയോ നമ്മുടെ ക്ഷീരോത്പാദന മേഖലയോ ഒക്കെ ബലി കഴിച്ചിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബയലാറ്ററൽ പറഞ്ഞതുപോലെ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ തീരുവക്രമങ്ങളെ നേരിടാനുള്ള നടപടി ധനകാര്യ മാർഗങ്ങളിലൂടെ, ഫിസ്ക്കൽ പോളിസിയിലൂടെ ഒക്കെ, അതുപോലെ മോണിറ്ററി പോളിസിയിലൂടെ കൂടെയും ഒക്കെ നമുക്ക് നേരിടാൻ സാധിക്കും. മാത്രവുമല്ല, നമ്മൾ വളരെ വേഗം ഈ ബയലാറ്ററൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നമ്മുടെ താല്പര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാതെ, നമ്മുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകരെയും സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുടെയും സാധാരണക്കാരുടെയും പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഉടമ്പടി വേണ്ട. അവരുടെ എല്ലാം താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൂടി ഗുണമുണ്ടാകുന്ന രീതിയിലാണ് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ പറയുമല്ലോ, ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന്. എല്ലാ പ്രതിസന്ധിയും ഒരു അവസരം കൂടിയിട്ടാണെന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ ഇനി ഞാൻ കാണുന്നത് ഈ ഫ്രീ ട്രേഡ് അഗ്രിമെന്റിന്റെ വേഗത കുറച്ചുകൂടി കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ കുറച്ചുകൂടി കെൽപ്പുള്ളതാക്കാനും വളർച്ച നേടാനും ജനങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടാനും ഉതകും എന്നാണ് എനിക്ക് തോന്നുന്നത്.